ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ന്യൂജൻ ഐഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി സംഭവമാണ്. അതായത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന ഇതുപോലത്തെ പഴയ ടർക്കി വെച്ചിട്ട് എങ്ങനെ ഒരു കിടിലും പൂച്ചട്ടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഇതുപോലെ കുറച്ച് സിമെൻറ്റ് വേണം. ഇതിപ്പോൾ 1/2 കിലോ സിമെൻറ്റോളം കാണും, പക്ഷെ നമുക്ക് ഇത്രയൊന്നും വേണ്ടി വരുന്നില്ല. അതിനുശേഷം ഇതുപോലെ ഒരു കുഞ്ഞി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ സിമെൻറ്റിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പതിയെ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ വേഗത്തിൽ ഒഴിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സിമെൻറ്റിൽ വെള്ളം അധികമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ പതിയെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ സിമെൻറ്റും വെള്ളവും നമ്മൾ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സിമെൻറ്റ് ഇതുപോലെ ഒരു കുഴമ്പ് രൂപത്തിലാവുന്നത് വരെ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പഴയ ടർക്കി എടുത്തിട്ട് നമ്മുടെ ഈ സിമെൻറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ടർക്കിയും സിമെൻറ്റും നമ്മൾ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെറും കൈയിനാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങത് മിക്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് മാത്രം ചെയ്യാം. കാരണം നമ്മൾ സിമെൻറ്റ് കൊണ്ടുള്ള എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും കയ്യിൽ ഗ്ലൗസോ അതിൽ ധരിച്ചില്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ അത് നമ്മുടെ മിക്സിങ് ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ടർക്കിയുടെ എല്ലാ ഭാഗത്തും സിമെൻറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടർക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് നിന്ന്, അതായത് ആ ടോപ്പ് പോർഷനിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുക. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടർക്കിയുടെ എല്ലാ ഭാഗത്തും സിമെൻറ്റ് ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കയ്യിൽ ഗ്ലൗ ഒക്കെ തിരിച്ചിടുക, അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ചെറിയൊരു ചെടിച്ചട്ടി വേണം. ഇനിയിപ്പോൾ ഇതന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ഈ ചെറിയ ബക്കറ്റോ അല്ലെങ്കിൽ മിഠായിയുടെ കുപ്പി അങ്ങനെ എന്തും എടുക്കുക. അതായത് നമ്മൾ എടുക്കുന്ന ഈ പാത്രത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ചെടിച്ചട്ടിയുടെ ആകൃതി ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ നേരത്തെ സിമെൻറ്റിൽ മുക്കി വെച്ചിരുന്ന ആ ക്ലോത്ത് എടുത്തിട്ട് നമ്മുടെ ഈ ചെടിച്ചട്ടിയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെടിച്ചട്ടിയുടെ 4 ഭാഗത്തോട്ടും നമ്മുടെ ഈ ടർക്കി ഒരുപോലെയല്ലേ നിൽക്കുന്നത് നോക്കാം. അതായത് ഒരു ഭാഗത്തോട്ട് വലിപ്പം കൂടുതലും മറ്റു ഭാഗത്തോട്ട് വലിപ്പം കുറയും ചെയ്യാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ ഈ ടർക്കിയുടെ എല്ലാ ഭാഗവും ഇതുപോലെ നെറിയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഡിസൈനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇത് ഉണക്കിയെടുക്കാനായിട്ട് ഒരു ദിവസത്തോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ ഉണങ്ങി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ചെടിച്ചട്ടിയുടെ മുകളിൽ ഒരു പെയിൻറ്റിങ് വർക്ക് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് സെക്ഷൻ ആണ് വരുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങിനായിട്ട് ഇതുപോലെ 2 ഫാബ്രിക് കളറാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നീലയും ഒന്ന് കറുപ്പും. അപ്പോൾ നമ്മുടെ ഈ ചെടിച്ചട്ടിയുടെ പുറത്ത് നീല അകത്ത് കറുപ്പും എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾ ഈ കളറിനെ ചൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ ഏത് കളറും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇച്ചിരി കൂടി ഭംഗിയൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ക്രിയേറ്റിവിറ്റിയിൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ മനസ്സിൽ കരുതി വെച്ച് കുറച്ച് സമയം എടുത്ത് ചെയ്താൽ ഇതിലേറെ ഭംഗിയിലൊക്കെ കിട്ടും. ഞാനിപ്പോൾ ഒരു സാധാരണ ആൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം കാത്തിരുന്നപ്പോഴേക്കും നമ്മുടെ പെയിൻ്റൊക്കെ ഉണങ്ങി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചെടിച്ചട്ടിയുടെ അടിയത്തെ ലെയർ അതിൽ നിന്ന് പറിച്ചെടുക്കണം. അതായത് നമുക്ക് ആ മുകളിലുള്ള ചെടിച്ചട്ടി അതിൽ നിന്ന് എടുത്ത് കളയണം. അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ പതിയെ വലിച്ചെടുക്കാം. അപ്പോൾ സമയമെടുത്ത് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പതിയെ അതൊന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വലിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് വിട്ട് പോരുന്നതായിട്ട്. അപ്പോൾ കുറച്ച് സമയം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിന് വിടിയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നൈസായിട്ട് നമ്മൾ അതിൽ നിന്ന് വിടിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു പണി കൂടി ബാക്കിയുണ്ട്, നമ്മുടെ ഈ പൂച്ചട്ടിയുടെ ഉൾവശത്ത് കൂടി പെയിൻറ്റ് അടിക്കുക എന്നുള്ളത്. അപ്പോൾ പെയിൻറ്റ് അടിച്ചില്ലെങ്കിലും കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവും, എന്നാലും ഇച്ചിരി കൂടി നല്ലത് പെയിൻറ്റ് അടിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു കറുപ്പ് ഫാബ്രിക് പെയിൻറ്റ് എടുത്തു, അതുപോലെ ഗ്ലാസ്സിലോട്ട് മാറ്റി വെച്ചു.
അതിനുശേഷം നമ്മൾ അതിൽ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മത് ഫുള്ളായിട്ട് ബ്ലാക്ക് അടിക്കാൻ പോവുകയല്ല, അതിൻ്റെ ഇടവിട്ട് നമ്മുടെ സിമെൻറ്റിൻ്റെ കളറും കാണുന്ന രീതിയിലാണ് പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ എന്നെ കണ്ടു നോക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഉൾവശത്തെ പെയിൻറ്റിങ്ങും ഒരുവിധം കംപ്ലീറ്റ് ആയി വരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിസൈനിലാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇടവിട്ട് ബ്ലാക്കും പിന്നെ അതിനിടയിൽ നമ്മുടെ സിമെൻറ്റിൻ്റെ കളറും കാണുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പൂച്ചട്ടി ഇത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ പെയിൻറ്റും സിമെൻറ്റൊക്കെ കുറച്ച് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് 2 പൂ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഇൻഡോറിൽ, അതായത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പാകത്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മണ്ണല്ല ഇട്ട് കൊടുക്കുന്നത്, പകരം നമ്മുടെ ചിരലാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ബേബി മെറ്റൽ എന്ന് പറയും, ചെറിയ ചിരൽ. അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം പൂ വെക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ അതെ ഈ ചിരൽ ഇതിലോട്ട് പതിയെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിരൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ പൂ വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ഡിസ്ലൈക്ക് ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ന്യൂജൻ ഐഡിയാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വേറെ എന്താ പറയുകയെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കാരണം ഇതിനായിട്ട് നമുക്ക് ആകെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ ടർക്കി. ഇനി ഈ ടർക്കി കിട്ടാൻ പണിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ടീഷർട്ടില്ലേ അതായാലും മതി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതായിരിക്കും സീ അഗൈൻ, ബൈ.